ഹലോ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1992 റിലീസായ ട്രൂ റൊമാൻസ് എന്ന മൂവിയാണ്. ക്ലാരൻസ് എന്ന പേരുള്ള ഒരു പയ്യൻ അലബാമ എന്ന പേരുള്ള ഒരു വേശ്യയെ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നതാണ് ഈ സിനിമയുടെ കഥ. ഇവനാണ് ക്ലാരൻസ്, നമ്മുടെ കഥയിലെ ഹീറോ. തന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാനായി ഒറ്റയ്ക്കൊരു ബാറിലേക്ക് വന്നിരിക്കുകയാണ് ക്ലാരൻസ്. അങ്ങനെ അവിടെ വെച്ച് മദ്യം കഴിക്കുന്നതിനിടയിലാണ് അലബാമ എന്ന പേരുള്ള ഒരു പെണ്ണിനെ അവൻ കാണുന്നത്. കാണുമ്പോൾ തന്നെ അവനെ അവളോട് ഒരു അട്രാക്ഷൻ ഒക്കെ തോന്നും. അങ്ങനെ അവർ തമ്മിൽ സംസാരിക്കും. അപ്പോൾ ക്ലാരൻസ് അലബാമയോട് പറയും, ഞാൻ ഇന്നൊരു ഫൈറ്റിംഗ് മൂവി കാണാൻ പോകുന്നുണ്ട്, നീ എന്നോടൊപ്പം വരുന്നുണ്ടോ എന്ന് ചോദിക്കും. ഫൈറ്റിംഗ് മൂവിയൊന്നും എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞിരിക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ക്ലാരൻ അവിടെ നിന്ന് തിയേറ്ററിലേക്ക് സിനിമ കാണാനായി വരും. എന്നാൽ അപ്പോഴേക്കും പോപ്കോൺ വാങ്ങി അലബാമയും അങ്ങോട്ടേക്ക് വരും. അലബാമ ക്ലാരന്റെ അടുത്തേക്ക് വന്ന് മനഃപൂർവ്വം അവളുടെ കയ്യിലിരുന്ന പോപ്കോൺ അവന്റെ ദേഹത്തേക്ക് തട്ടിയിടും. എന്നിട്ട് അറിയാതെ പറ്റിയതാണെന്ന് പറഞ്ഞ് അവനോട് സോറിയും പറയും. അതിനുശേഷം അവർ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആ സിനിമ കാണും. എന്നാൽ ആ സിനിമ കണ്ടിറങ്ങുമ്പോഴേക്കും അവർ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു. എന്നിട്ട് അലബാമ അവനോട് പറയും, നമുക്ക് വല്ല ഭക്ഷണവും കഴിക്കാൻ പോയാലോ. അങ്ങനെ അവർ രണ്ടുപേരും അടുത്തുള്ള റെസ്റ്റോറന്റിലേക്ക് വരും. ക്ലാരൻസ് അവളുടെ പേരും അവൾ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ അവളോട് ചോദിക്കുമ്പോൾ അവൾ ഒന്നും അവനോട് തെളിച്ചു പറയും. അതിനുശേഷം ക്ലാരൻസ് അവളെയും കൂട്ടി താൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അവളോട് പറയും, എന്റെ ബോസ് വളരെ നല്ലവനാണ്, അവനാണ് ഇന്ന് എനിക്ക് ബർത്ത്ഡേ ട്രീറ്റിന് പണം തന്നതെന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും അലബാമ ക്ലാരൻസിന്റെ കണ്ണിലേക്ക് ഒരു വല്ലാത്ത നോട്ടം നോക്കും. എന്നിട്ട് അവർ രണ്ടുപേരും പരസ്പരം കിസ് ചെയ്യാൻ തുടങ്ങും. കിസ് ചെയ്ത ശേഷം അവർ ഇന്റിമേറ്റ് ആകും. അങ്ങനെ അവരുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് അവർ കിടന്നുറങ്ങും. എന്നാൽ രാത്രി എണീക്കുന്ന ക്ലാരൻ തന്റെ അടുത്ത് കിടന്ന ഹീറോയിനെ കാണില്ല. അവൻ പുറത്തേക്ക് വരുമ്പോൾ അലബാമ അവിടെ ഇരുന്ന് കരയുകയാണ്. എന്നിട്ട് അവൾ അവനോട് പറയും, ഞാനൊരു കാൾ ഗേളാണ്, നിന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് നിന്റെ ബോസ് ആണ് എനിക്ക് പണം തന്ന് നിന്നെ സന്തോഷിപ്പിക്കാനായി അയച്ചത്. പക്ഷെ നിന്നെപ്പോലെ ഇത്രയും ജെന്യൂനായ ഒരാളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല, എനിക്ക് നിന്നോട് സ്നേഹം തോന്നുന്നു എന്ന് പറയും. എന്നാൽ ക്ലാരന് അവൾ ഒരു കോൾ ഗേൾ ആയിരുന്നു എന്നതിലൊന്നും ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവളുടെ ഹാർട്ട് പ്യുവറാണെന്ന് മനസ്സിലാക്കിയ ക്ലാരൻ അടുത്ത ദിവസം തന്നെ അവളെ മാരി ചെയ്യും. അങ്ങനെ ഒരു ടാറ്റൂ സെന്ററിൽ പോയി അലബാമ ക്ലാരന്റെ പേര് തന്റെ ദേഹത്ത് പച്ചകുത്തും. അങ്ങനെ പച്ചകുത്തുന്നതിനിടയിൽ അലബാമ ക്ലാരനോട് ഞാൻ കോൾ ഗേൾ ആയിരുന്നപ്പോൾ ഉപദ്രവിച്ച ഡ്രാക്സ് എന്ന് പേരുള്ള ഒരുത്തനെ പറ്റി പറയും. അവൻ അവളെ ഒരുപാടധികം ഉപദ്രവിച്ചിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അലബാമയും ക്ലാരനും തിരികെ വീട്ടിലേക്ക് വരും. എന്നാൽ ഡ്രഗ്സ് എന്ന് പേരുള്ള ഒരുത്തൻ അലബാമയെ ഉപദ്രവിച്ചെന്ന് കേൾക്കുമ്പോൾ ക്ലാരന് അവനോട് പ്രതികാരം ചെയ്യണമെന്ന് തോന്നും. അവൻ അവളുടെ അടുത്ത് വന്ന് പറയും, എന്റെ ഡ്രസ്സും സാധനങ്ങളും എല്ലാം നീ താമസിച്ച സ്ഥലത്തല്ലേ ഇരിക്കുന്നത്, ആ സ്ഥലത്തിന്റെ അഡ്രസ്സ് താ, ഞാൻ അവിടെ പോയി എല്ലാം എടുത്തുകൊണ്ട് വരാമെന്ന് പറയും. എന്നാൽ നീ അങ്ങോട്ടേക്ക് പോകണ്ട, അത് വളരെ ഡേഞ്ചറസ് ആയ ഒരു സ്ഥലമാണെന്ന് അവൾ പറയും. നീ പേടിക്കേണ്ട, ഞാൻ ഒരു പ്രശ്നവും ഉണ്ടാക്കില്ല, ഞാൻ അവിടെ പോയി സമാധാനത്തിൽ നിന്റെ സാധനങ്ങളും എടുത്തുകൊണ്ട് വരാമെന്നും പറഞ്ഞ് അവൻ ആ സ്ഥലത്തിന്റെ അഡ്രസ്സ് മനസ്സിലാക്കിയ ശേഷം അങ്ങോട്ടേക്ക് പോകും. അങ്ങനെ ക്ലാരൻ ആ നൊട്ടോറിയസ് ഗ്യാങ്സ്റ്ററായ ഡ്രഗ്സിന്റെ സ്ഥലത്തേക്ക് എത്തും. അവിടെ എത്തി അവൻ ഡ്രഗ്സിനെ കണ്ട ശേഷം ഡ്രഗ്സിനോട് പറയും, ഞാൻ അലബാമയെ കല്യാണം കഴിച്ചു, അവൾ എൻ്റെ വൈഫാണ്, നീ ഇനി അവളെ ഉപദ്രവിക്കരുതെന്ന്. എന്നാൽ ഡ്രഗ്സ് ആകട്ടെ ഉടനെ തന്നെ നമ്മുടെ ക്ലാരനെ അടിച്ചു വീഴ്ത്തി അവനെ അവിടെ ഇട്ട് ചവിട്ടും. അപ്പോഴേക്കും അവിടെ ഉണ്ടായിരുന്ന ഗ്യാങ്സ്റ്റേഴ്സ് എല്ലാം അങ്ങോട്ടേക്ക് വരും. അവരെല്ലാവരും കൂടി ക്ലാരനെ ബ്രൂട്ടലായി എടുത്തിട്ട് ഇടിക്കും. എന്നിട്ട് ക്ലാരന്റെ പോക്കറ്റിൽ നിന്ന് അലബാമയുള്ള സ്ഥലത്തിന്റെ അഡ്രസ്സും അവൻ എടുക്കും. എന്നാൽ അപ്പോഴേക്കും തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ക്ലാരനൻ ഡ്രഗ്സിനെയും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും വെടിവെച്ച് കൊല്ലും. അവനെ കൊന്ന ശേഷം അലബാമയുടെ സാധനങ്ങളും എടുത്ത് ക്ലാരൻ തിരികെ തൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് അവൻ അവളോട് പറയും, ഞാൻ ആ ഡ്രഗ്സിനെ കൊന്നുവെന്ന്. എന്നാൽ ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാനാവാത്ത അലബാമ സന്തോഷത്തിൽ അവനെ കിസ് ചെയ്യും. എന്നാൽ ക്ലാരൻ അലബാമയുടെ സാധനങ്ങളാണെന്നും പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നത് ഒരു പെട്ടി ഹെറോയിൻ ആയിരുന്നു. ഗ്യാങ്സ്റ്റർ ടീമിലുള്ള എല്ലാവരെയും കൊന്നതുകൊണ്ട് തന്നെ ഇനി അവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും ക്ലാരന്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരും. ക്ലാരന്റെ അച്ഛൻ ഒരു പോലീസ് ഓഫീസറാണ്. അങ്ങനെ അയാൾ തന്റെ മകനെയും കൂടെ വന്ന പെൺകുട്ടിയെയും തന്റെ വീട്ടിലേക്ക് ക്ഷണിക്കും. എന്നാൽ അപ്പോഴാണ് ക്ലാരൻ പറയുന്നത്, ഇവളെ ഞാൻ കല്യാണം കഴിച്ചു എന്ന്. അതിനുശേഷം അവിടെ നടന്ന വെടിവെപ്പും താൻ എല്ലാവരെയും കൊന്നു എന്ന കാര്യവും അവൻ അവന്റെ അച്ഛനോട് പറയും. അടുത്ത ദിവസം ക്ലാരന്റെ അച്ഛൻ അവനോട് വന്ന് പറയും, ഞാൻ അതിനെപ്പറ്റി അന്വേഷിച്ചു, പക്ഷെ അതെന്തോ ഹെറോയിൻ റിലേറ്റഡ് അറ്റാക്ക് ആണെന്നാണ് പോലീസ് കരുതിയിരിക്കുന്നത്, നിന്നെപ്പറ്റിയൊന്നും അവർക്കറിയില്ല എന്ന് പറയും. എന്നാൽ അതിനുശേഷം ക്ലാരന്റെ അച്ഛൻ അവനോട് ചോദിക്കും, അവിടെ ഉണ്ടായിരുന്ന ഹെറോയിൻ വല്ലതും എടുത്തോ എന്ന് ചോദിച്ചു. എന്നാൽ താനൊന്നും എടുത്തിട്ടില്ല എന്ന് ക്ലാരൻ അച്ഛനോട് കള്ളം പറഞ്ഞു. താൻ ഇനി പോകാൻ പോകുന്ന സ്ഥലത്തിന്റെ അഡ്രസ്സും കൊടുത്ത ശേഷം അച്ഛനോട് ബൈ പറഞ്ഞ് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകും. എന്നാൽ അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ക്ലാരനെ അന്വേഷിച്ച് ഒരു ഡ്രഗ് മാഫിയ ഡോൺ അവന്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരും. എന്നിട്ട് ക്ലാരനും അവന്റെ കൂടെയുണ്ടായിരുന്ന പെണ്ണും എവിടേക്കാണ് പോയിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ കൃത്യമായി മറുപടി ഒന്നും പറയില്ല. എന്നാൽ ആ ഡോൺ ക്ലാരന്റെ അച്ഛനെ വെടിവെച്ച് കൊല്ലും. അപ്പോഴാണ് അവിടെ ഭിത്തിയിൽ ക്ലാരന്റെ അഡ്രസ് എഴുതി വെച്ചിരിക്കുന്നത് ആ ഡോൺ കാണുന്നത്. എന്നാൽ തന്റെ അച്ഛൻ മരിച്ചതെന്നും അറിയാതെ ക്ലാരനും അവന്റെ വൈഫും ഹോളിവുഡിലുള്ള തന്റെ ഫ്രണ്ടിനെ കാണാനായി അവന്റെ വീട്ടിലേക്ക് വരികയാണ്. അങ്ങനെ മാത്യു എന്നു പേരുള്ള ക്ലാരന്റെ ഫ്രണ്ടിന്റെ അടുത്തെത്തി ക്ലാരൻ തന്റെ വൈഫായ അലബാമയെ അവന് പരിചയപ്പെടുത്തി കൊടുത്ത ശേഷം അവർ 3 പേരും അടുത്തുള്ള ഹോട്ടലിലേക്ക് പോകും.
ഞങ്ങൾ രണ്ടുപേരും ഇവിടേക്ക് വന്നത് ഞങ്ങളുടെ ഹണിമൂൺ ആഘോഷിക്കാനാണെന്നും പറഞ്ഞു അവർ രണ്ടുപേരും അവിടെയുള്ളൊരു ഹോട്ടലിലേക്ക് എത്തും. എന്നാൽ ഹോട്ടലിലെത്തിയ ശേഷം ക്ലാരൻ നടന്ന കാര്യങ്ങളെല്ലാം മാത്യുവിനോട് പറയും. അത്രയും ഹെറോയിൻ ഒരുമിച്ച് കണ്ട് മാത്യുവിന്റെ കിളി പോകും. എന്നാൽ ക്ലാരൻ മാത്യുവിനോട് പറയും, ഇതെനിക്ക് എങ്ങനെയെങ്കിലും വിൽക്കണം, അതിന് നീ എനിക്ക് ഒരാളെ പരിചയപ്പെടുത്തി തരണമെന്ന് പറയും. അങ്ങനെ മാത്യു ക്ലാരന് അമേരിക്കയിലെ ഒരു വലിയ സിനിമാ നടന്റെ മാനേജറെ പരിചയപ്പെടുത്തി കൊടുക്കും. തോമസ് എന്ന് പേരുള്ള ഒരു സിനിമാ നടന്റെ മാനേജറായിരുന്നു അയ്യോ. അങ്ങനെ ക്ലാരൻ സിനിമാ നടനായ തോമസിനെ വിളിക്കും. തോമസിനെ വിളിച്ച് തന്റെ കയ്യിലുള്ള ഡ്രഗ്സിന്റെ വിലയൊക്കെ പറഞ്ഞ് അവർ ഡീൽ ഉറപ്പിക്കും. എന്നാൽ അടുത്ത ദിവസം തന്നെ ക്ലാരനെ അന്വേഷിച്ച് ക്ലാരന്റെ അച്ഛനെ കൊന്ന ആ ഡോൺ ഹോളിവുഡിലേക്ക് എത്തും. പിന്നെ ഡ്രഗിന്റെ ഡീലെല്ലാം ഉറപ്പിച്ച സന്തോഷത്തിൽ ക്ലാരൻ അലബാമയെ തിരിച്ച് ഹോട്ടലിൽ കൊണ്ടാക്കിയ ശേഷം തന്റെ ഫ്രണ്ടായ മാത്യുവിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ തിരികെ തന്റെ റൂമിലേക്ക് എത്തുന്ന അലബാമ കാണുന്നത് ആ ഡോണിന്റെ ഒരു ഗുണ്ട അവരെ അന്വേഷിച്ച് ആ റൂമിലിരിക്കുന്നതാണ്. അയാൾ അലബാമയെ ഒരുപാടധികം ഉപദ്രവിച്ചിട്ട് ക്ലാരൻ എവിടെയെന്ന് ചോദിക്കും. എത്ര ഉപദ്രവിച്ചാലും ക്ലാരൻ എവിടേക്കാണ് പോയതെന്ന് അവൾ പറയില്ല. എന്നാൽ അതിനിടയിൽ അവിടെ ഇരിക്കുന്ന ഗൺ അവളുടെ കയ്യിൽ പെടുകയും അവൾ ആ ഗുണ്ടയെ ബ്രൂട്ടലായി വെടിവെച്ച് കൊല്ലുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കാണ് ക്ലാരൻ അങ്ങോട്ടേക്ക് വരുന്നത്. ക്ലാരൻ അടികൊണ്ട് അവശയായി കിടക്കുന്ന അലബാമയും എടുത്തുകൊണ്ട് കാറും എടുത്ത് അവിടെ നിന്ന് വളരെ വേഗത്തിൽ രക്ഷപ്പെടും. എന്നാൽ ഇതേ സമയം അമേരിക്കൻ പോലീസ് ആ ഡ്രഗ് മേടിക്കാമെന്ന് പറഞ്ഞ ആക്ടറുടെ മാനേജറിനെ അറസ്റ്റ് ചെയ്യും. നടക്കാൻ പോകുന്ന ഡ്രഗ് ഡീലിംഗ് പിടിക്കാൻ ഞങ്ങളെ സഹായിച്ചാൽ നിന്നെ ഈ കേസിൽ നിന്ന് വെറുതെ വിടാമെന്ന് പോലീസുകാർ അവനോട് പറയും. എന്നാൽ ഇതേ സമയം ക്ലാരൻസ് അലബാമയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വന്ന് അവളുടെ മുഖത്ത് പറ്റിയ ഇഞ്ചുറിയിലെല്ലാം മരുന്ന് വെച്ച് കൊടുക്കും. അതിനുശേഷം തന്റെ ഫ്രണ്ടായ മാത്യുവിനെയും കൊണ്ട് അവർ ആ ഡ്രഗ് ഡീലിങ്ങിന് പോവാനായി ഒരുങ്ങുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ഡ്രഗ് ഡീലിംഗ് നടക്കുന്ന ഹോട്ടലിൽ ആ മാനേജറിനെയും കൊണ്ട് പോലീസുകാരും ഉണ്ടായിരുന്നു. മാനേജറിനെ ആ ഡ്രഗ് ഡീലിംഗ് നടക്കുന്ന റൂമിലേക്ക് പറഞ്ഞയച്ച ശേഷം ഞങ്ങൾ പറയുന്നത് പോലെ നീ ആക്ട് ചെയ്യണം എന്ന് പറയും. എന്നാൽ അപ്പോഴേക്കും ആ ഹോട്ടലിലേക്ക് വരുന്ന ക്ലാരൻസിനെയും വൈഫിനെയും ഫ്രണ്ടിനെയും ആ മാനേജർ കൂട്ടിക്കൊണ്ട് ഡ്രഗ് ഡീലിംഗ് നടക്കുന്ന ആക്ടറിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ ആക്ടറിന്റെ റൂമിൽ എത്തുമ്പോഴേക്കും അവിടെയുള്ള സെക്യൂരിറ്റീസ് ക്ലാരന്റെ കയ്യിലിരിക്കുന്ന തോക്കൊക്കെ എടുക്കും. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ തോമസ് എന്ന പേരുള്ള ആ ആക്ടർ അങ്ങോട്ടേക്ക് വരും. അതിനുശേഷം ഇത്രയധികം ഡ്രഗ്സ് നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ അവനോട് ചോദിക്കും. അതിനുശേഷം ആ ഹെറോയിന്റെ സാമ്പിൾ അയാൾ പരിശോധിച്ച ശേഷം അവർ രണ്ടുപേരും ഹെറോയിന്റെ ഡീലിങ്സിനെ പറ്റി സംസാരിക്കും. എന്നാൽ അപ്പോഴേക്കും ക്ലാരൻ മൂത്രമൊഴിക്കാനായി ബാത്റൂമിലേക്ക് പോകുമ്പോഴേക്കും ഹെറോയിന്റെ പൈസ അയാൾ അലബാമയുടെ കയ്യിൽ വെച്ച് കൊടുക്കും. അതേസമയം ക്ലാരൻ ടോയ്ലറ്റിനുള്ളിലായിരുന്നു. എന്നാൽ ആ ഡീലിങ്സ് നടന്ന ഉടനെ തന്നെ അമേരിക്കൻ പോലീസും അങ്ങോട്ടേക്ക് എത്തും. ഇത് കണ്ട ആക്ട്രസ് പേടിക്കും. എന്നാൽ അപ്പോഴേക്കും ക്ലാരനെ അന്വേഷിച്ച് ആ ഡോണിന്റെ ആൾക്കാരും ആ റൂമിലേക്ക് വരും. അങ്ങനെ അവരെല്ലാവരും പരസ്പരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും വെടിവെക്കാനായി ഒരുങ്ങും. എന്നാൽ ശബ്ദം കേട്ട് പുറത്തേക്ക് വരുന്ന ക്ലാരന്റെ കണ്ണിലും വെടികൊള്ളും. വെടികൊണ്ട് ക്ലാരൻ താഴേക്ക് വീഴുമ്പോൾ അലബാമ ഓടി അവന്റെ അടുത്തേക്ക് ചെല്ലും. എന്നാൽ അവൾ ക്ലാരന്റെ അടുത്തെത്തി അവനെ വിളിക്കുമെങ്കിലും അവൻ അനക്കമുണ്ടായിരുന്നില്ല. എന്നാൽ കുറച്ചു കഴിയുമ്പോഴേക്കും തന്റെ വിളി കേട്ട ക്ലാരനെ ജീവനുണ്ടെന്ന് മനസ്സിലാക്കിയ അവൻ സന്തോഷം കൊണ്ട് ക്ലാരനെയും എടുത്ത് അവിടെ ഇരുന്ന പണവും എടുത്ത് അവരുടെ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് താഴേക്ക് വരും. എന്നാൽ അപ്പോഴേക്കും ക്ലാരൻ അവശനായിരുന്നു. അവൾ അങ്ങനെ ക്ലാരനെയും കൊണ്ട് അവിടെ നിന്ന് കാറും എടുത്ത് രക്ഷപ്പെടും. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ക്ലാരന്റെ കണ്ണിലെ ബുള്ളറ്റും എടുത്തു മാറ്റും. അങ്ങനെ 2 വർഷങ്ങൾക്ക് ശേഷം അവർ അവിടെ നിന്ന് ദൂരെ ഒരു സ്ഥലത്ത് സെറ്റിലായിരിക്കുകയാണ്. അന്നത്തെ വെടിവെപ്പിൽ ക്ലാരന്റെ ഒരു കണ്ണിന്റെ കാഴ്ചയും നഷ്ടമായി. പക്ഷെ അവർക്ക് ഇപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അവർ രണ്ടുപേരും വളരെയധികം സന്തോഷത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇവിടെ വെച്ച് ഈ സിനിമ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ എല്ലാ കൂട്ടുകാരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കും.